നമ്മൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന പലരും 10ാം ക്ലാസ് കഴിഞ്ഞാൽ ചിലർ കൂലിപ്പണിക്ക് പോകുന്നവരുണ്ട്. അപ്പം പല ലെവലിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഈ 10ാം ക്ലാസ് കഴിയുന്നതിന് മുന്നേ തന്നെ അവരെ a+b² = a² + 2ab + b² പഠിപ്പിച്ചിട്ടുണ്ടാവും. അവനൊരിക്കലും പക്ഷേ ജീവിതത്തിൽ ഈ പറഞ്ഞ കൂലിപ്പണികൾക്ക് ഇത് പ്രയോഗിക്കില്ല. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അത്ര കൂലിപ്പണിയിൽ പ്രയോഗിക്കില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഈ a+b² എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് മനസ്സിലാക്കിയ ഒരാളിന് കൂലിപ്പണിയിലും പ്രയോജനം ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് 12 × 12 എത്രയാണെന്ന് ചിലപ്പോൾ അയാൾക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അത് 12 10 + 2 എന്ന് എഴുതി കഴിഞ്ഞാൽ a+b² ആണ്. 10ന്റെ സ്ക്വയർ 100 ആണെന്നും 2ന്റെ സ്ക്വയർ 4 ആണെന്നും അറിയാമെങ്കിൽ 100 + 4 + 2ab 2 × 10 × 2 40 144 ആണെന്ന് കിട്ടും. ഇത് അത് മനസ്സിലാക്കി പഠിച്ച ഒരാളിന് 12 എന്നുള്ളതിൽ 10 + 2 എന്ന് കാണാൻ പറ്റുകയും 12ന്റെ സ്ക്വയറിനെ a+b² ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ കാൽക്കുലേഷൻ എളുപ്പമാണ്. അയാൾക്ക് കാൽക്കുലേറ്റർ വേണ്ട. ഞാൻ പറഞ്ഞു, ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. ഇത് അയാളുടെ ഈ മസ്തിഷ്കം പ്രവർത്തിക്കുന്ന വേഗം, ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നതിൽ പ്രവർത്തിക്കുന്ന വേഗത്തെ തീർച്ചയായിട്ടും എൻഹാൻസ് ചെയ്യും. കാരണം നമ്മൾ പരിശീലനമാണ് നമ്മുടെ മസ്തിഷ്കത്തെ കാര്യങ്ങൾ എളുപ്പമാക്കുന്നത്. ഈ പൈത്തഗോറസ് തിയറത്തെ പറ്റി സ്ഥിരമായിട്ട് പറഞ്ഞു കേൾക്കുന്ന തമാശകളിലൊന്ന്, നിങ്ങൾ ഈ പാദവും ലംബവും അളന്നു കഴിഞ്ഞു, പിന്നെ കർണം കൂടെ അങ്ങ് അളന്നാൽ പോലെ എന്ന് ചോദിക്കുന്നത്. പക്ഷെ എല്ലായിടത്തും പറ്റില്ല, നമുക്കറിയാമല്ലോ. നമുക്ക് ഒരു കെട്ടിടത്തിൻ്റെ ബേസിൽ നമ്മൾ ഇത്രയും ദൂരം മാറി നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ ഹൈറ്റ് നമുക്കറിയാമെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പോയി മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതിനകത്ത് കുറേയേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ പാദം ലംബം എന്നൊക്കെ വാക്കിനൊരു അപരിചിതത്വമുണ്ട്. അത് സ്കൂളിനകത്ത് മാത്രം നമ്മൾ കേൾക്കുന്നത് കൊണ്ട് ലൈഫുമായിട്ട് കണക്ഷൻ ഇല്ലാത്തതുപോലെ തോന്നും. അത് തീർച്ചയായിട്ടും അതിൽ പഠിപ്പിക്കുന്നവർക്കും സമ്പ്രദായത്തിനൊക്കെ ഒരു റോളുണ്ട്. ലൈഫിൽ കാണുന്ന ഒരു സംഗതിയായിട്ട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മളിപ്പോഴും കാണാൻ പഠിപ്പിച്ച് ഇതൊരു അഭ്യാസം മാത്രമാക്കി, വിദ്യാഭ്യാസത്തിൽ നമ്മൾ അഭ്യാസം മാത്രമാക്കിയാണ് ചെയ്യുന്നത്. ഒരു ഗെയിം ഷോയിൽ പങ്കെടുക്കുന്ന പോലെ എന്തിന് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലാതെ ഇത് ചെയ്താലേ നിനക്ക് മാർക്ക് കിട്ടും. അത് തീർച്ചയായിട്ടും ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഈ സംഗതികളെല്ലാം നമുക്ക് പ്രയോജനം ചെയ്യുമെന്ന് ഇത് പഠിച്ച് ചെയ്യുന്നത് വഴി നമ്മുടെ മസ്തിഷ്കത്തിന് നമുക്ക് ആർജിക്കുന്ന സ്കില്ലുകൾ, നമ്മുടെ നൈപുണികൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഏത് പ്രൊഫഷനിലേക്ക് പോയാലും, ഇപ്പോൾ ഒരു ചതുരക്കള്ളിയിൽ വരച്ചിട്ട് ഒരു മെട്രിക്സ് വരച്ച് അല്ലെങ്കിൽ ഇങ്ങനെ കോളമായിട്ടും റോ ആയിട്ടും സംഗതികളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാളിന് വിവരങ്ങളെ അത് അറിയാത്ത ഒരാളെക്കാൾ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.